അമ്മയ്ക്ക് നല്ല സുഖമില്ല. വേണ്ട, വിളിക്കണ്ട. എന്റെ ഭർത്താവ് എവിടെ? മാർക്കറ്റിൽ പോയി. ഇപ്പൊ രാത്രിയിലായിരിക്കും ഉദ്യോഗം അല്ലേ? ചിലപ്പോഴൊക്കെ. ഇപ്പോഴൊക്കെ നീ ഇവിടെ ഒറ്റയ്ക്കായിരിക്കും അല്ലേ? ഞാൻ ചോദിച്ചെന്ന് മാത്രം. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലും ജോലി ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി. ഞാൻ എന്നാ ബാങ്ക് വച്ച കേസ് അന്വേഷിക്കായിരുന്നു. തിരിച്ചു വന്നപ്പം നേരം വെളുത്തായിരുന്നല്ലേ? അല്ല, ഞാൻ കണ്ടായിരുന്നു വരുന്നത്. എങ്ങനെ കണ്ടനാ? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് കരുതിയാൽ മതി. ഞാൻ ഇറങ്ങട്ടെ. വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് വരാം. എന്താ വിരോധമുണ്ടോ? എന്ത് ചെയ്യാം, വരാതിരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാം പോയി. ഇതങ്ങോട്ട് വാങ്ങ. ഒരു സാധനം കാശ് കൊടുത്ത് വാങ്ങാൻ വയ്യ. തീ പിടിച്ച വില. അല്ല, കാശിന്റെ വില ഇപ്പോഴാ മനസ്സിലാവുന്നത്. ചിലപ്പോ ഇന്നൊരു ഓവർ ടൈം ഉണ്ടായേക്കും. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? നിനക്കെന്ത് പറ്റി? ഒരീച്ച പറ്റി. എവിടെ? പിടിയവനെ എവിടെ? നോക്ക്, നീ എന്തിനായി നല്ല മുഖം വെറുപ്പിച്ച് വൃത്തിയിടാക്കുന്നത്? ഞാൻ വരാൻ താമസിച്ചോണ്ടാണോ? നിന്നിവിടെ ആരും പിടിച്ച് വിഴുങ്ങത്തൊന്നുമില്ല. ഇല്ല, ഓരോരുത്തന്മാര് കയറി വന്ന് അദ്ദേഹം ചോദിക്കുമ്പോ. ആര് കയറി വന്നു? എന്ത് ചോദിച്ചു? ആ കമ്മീഷണറുടെ മരുമോൻ തന്നെ. അയാളുടെ ഒരു നോട്ടവും ചോദ്യവും. മോഹൻ സാറോ? നിന്നോടെന്ത് ചോദിച്ചു? എന്നും രാത്രിയിലാണോ ജോലി? അപ്പോഴൊക്കെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണോ? അയാൾ ഇവിടെയൊക്കെ കാണുമെന്ന്. സാരല്ല. അയാൾ എന്തേലും പറഞ്ഞിട്ട് പോട്ടെ. അല്ലെങ്കിൽ ചുറ്റിയാണ് ഉറക്കൊഴിയട്ടെ. നമ്മൾ ആ കമ്മീഷണർ അദ്ദേഹത്തെ ഓർക്കണമല്ലോ. നീ വാ, എനിക്കൊന്ന് കുളിക്കണം. ബിജുമോനെ, ബിജു. ഇത് നിർമ്മലയ്ക്ക് കൊണ്ടുകൊടുക്ക. എന്താ അത്? ഇച്ചിരി പായസം. അവൾക്കിപ്പോ ഇതിനൊക്കെ കൊതി കാണും. കല്യാണം കഴിച്ചിട്ട് കുറച്ചു നാളല്ലേ ആയുള്ളൂ. ഗംഗാധരൻ ആളും മിടുക്കനാണല്ലോ. പിന്നെ ആരാ മണ്ടൻ? താലി കെട്ടിയതിന്റെ 10ാം മാസം ഞാൻ പ്രസവിച്ചു. എടി പതുക്കെ പറ, പിള്ളേരാരെങ്കിലും കേൾക്കും. ഓ, വയസ്സുകാലത്ത് ഒരു നാണം കണ്ടില്ലേ? വിടന്നേ, അറിയാതെ പറഞ്ഞു പോയി. വിട്. ഓഫീസിൽ നിന്ന് ആരോ വന്നിരിക്കും. എന്താ തിരിച്ചു വരുന്നത്? ഓവർ ടൈം ഉണ്ട്. ഒറ്റയെണ്ണം വിടില്ലല്ലേ? എങ്ങനെയാ വിടുന്നത്? നാട്ടിലും വീട്ടിലും ജനം പെരുകല്ലേ? പിന്നെ നീ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നിർമ്മലയോടൊന്ന് പറഞ്ഞേക്ക്. ഞാനിവിടെ ഓവർ ടൈം ചെയ്യാണ്. രാത്രി എന്നെ കാത്തിരിക്കണ്ട. ഞാൻ പറഞ്ഞേക്കാം. ബിജുമോൻ അല്പം പായസം എടുക്കട്ടെ? വേണ്ട ചേച്ചി, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചതാ. ചേച്ചി, ഗംഗേട്ടന് കുതിര ഓടിക്കറിയോ? എനിക്കൊന്നും അറിയില്ല മോനെ. എനിക്ക് ഓടിക്കറിയാം. ഞാൻ പായസം കൊണ്ടുവന്നതാ. കൊടുത്തില്ലേ? പിന്നെ എന്തിനാ അവിടെ വീട്ടിൽ പോ. പാത്രം വാങ്ങിച്ചിട്ട് പോവാ. ഇന്നും രാത്രിയിലായിരിക്കും ജോലി. വരാൻ താമസിക്കും അല്ലേ? അമ്മേ, ഇനി എന്നെ നിർമ്മല ചേച്ചിയുടെ വീട്ടിൽ പറഞ്ഞേക്കരുത്. ഞാൻ പോവില്ല. എന്തു പറ്റി മോനെ? ഞാൻ പായസം കൊടുത്തിട്ട് നിർമ്മല ചേച്ചിയുടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ മോഹൻ ചേട്ടാണ് വന്നിട്ട് എന്നോടൊരു ചാട്ടം. നീ ഇവിടെ എന്ത് ചെയ്യുന്നു? വീട്ടിൽ പോടാന്നൊക്കെ പറഞ്ഞു. ഇനി വേണമെങ്കിൽ മോഹൻ ചേട്ടൻ കൊണ്ടുവന്ന് കൊടുക്കട്ടെ. മോഹൻ അവിടെ വന്നിരുന്നു. അവൻ എന്തിനവിടെ പോയി? വെള്ളം നടക്കുന്നു. ഹരി അമ്മ നിലവിളിക്കുന്നു. നിലവിളിക്കുന്നു?
കമ്മീഷണർ അദ്ദേഹത്തിന്റെ വീടല്ലേ? ഗംഗേട്ടന്റെ വീട്ടിൽ എന്തോ ബഹളം നടക്കുന്നു. കാര്യം എന്താണെന്നറിയില്ല. ഗംഗേട്ടൻ ഒരു വെട്ടുകത്തിയായിട്ട് ഓടുന്ന കണ്ടു. ആ ഗംഗാധര, അയാളൊന്നും ചെയ്യണ്ട. എടാ ദ്രോഹി, എന്റെ നിർമ്മലയെ കൊന്നത് നീയാണടാ. നിന്റെ മരുമകന്റെയും കുടുംബത്തിന്റെയും മാനം രക്ഷിക്കാൻ വേണ്ടി ബലിയായത് എന്റെ ഭാര്യയാടാ. നീ ഓർമ്മിച്ചോ, ഒരു ദിവസം ഇത് തകർത്ത് ഞാൻ പുറത്തു വരും. അന്ന് നിന്നെയും നിന്റെ മരുമകനെയും നിന്റെ വംശത്തിൽ ഓരോരുത്തരെയും ഞാൻ അരിഞ്ഞു വീഴ്ത്തും. സകലതും ഞാൻ തകർക്കുമിടാ. അന്ന് നീ വലിച്ചെറിഞ്ഞ തോക്കാണിത്. ഇത് നീ വീണ്ടും പിടിക്കേണ്ടി വരുമെന്ന് ഞാൻ അന്നേ പറഞ്ഞു. പഠിക്ക്. ഇനിയെങ്കിലും ഞങ്ങളുടെ കൂടെ വരൂ. നമുക്ക് തിരിച്ചു പോകാം. ഇല്ല, അവൻ എന്നെ വലിച്ചു. അവന്റെ മരുമകനെ രക്ഷിക്കാൻ ഞാൻ അവനെ വെറുതെ വിടില്ല. അവന്റെ കുടുംബം ഞാൻ തുലയ്ക്കും, ഒന്നോടെ ചുട്ടരിക്കും. എന്നിട്ട് വരാം. ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്കുള്ള സൽപ്പേരും സ്വാധീനവും ഈ പരീക്ഷണം മൂലം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു കുറ്റവാളിയെ തുറന്ന ജീവിതത്തിലേക്ക് കെട്ടഴിച്ചുവിട്ട നിങ്ങൾ നിയമത്തെ ദുരുപയോഗപ്പെടുത്തുകയായിരുന്നു. സാർ, എന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഞാൻ ഒഴിയുന്നില്ല. പക്ഷേ എന്റെ പരീക്ഷണം ഒരു പരാജയമായിരുന്നുവെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടില്ല? തുറന്ന ജീവിതത്തിലും അയാൾ കൊല ചെയ്തു, ജയിൽ ചാടി. അയാൾ കൊല ചെയ്ത സാഹചര്യം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിന്റെ ആവശ്യമില്ല. അയാളെ കസ്റ്റഡിയിൽ എടുത്താൽ മാത്രം മതി. ആ ജോലി നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. യെസ് സർ. കൊള്ളക്കാരനെ ഒരിക്കലും തിരുത്താനാവത്തില്ല. എന്തോ എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നു. അവന് നമ്മളോടാണ് ദേഷ്യം. അങ്ങനെ പേടിച്ചാ ജീവിക്കാൻ നോക്കൂ. എന്നാലും നീ ഒന്ന് വെറുതെ ഇരിക്കേ. കുറെ സ്വസ്ഥത കിട്ടട്ടെ. എവിടെയാണ് കുഴപ്പം സംഭവിച്ചതെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യണമെന്നും എനിക്കറിയാം. മനസ്സിനൊരു സമാധാനവുമില്ല. എനിക്ക് തോന്നുന്നത് ഇതെല്ലാം നമ്മുടെ ദോഷകാലം കൊണ്ടാണെന്ന്. നമ്മുടെ കുലക്ഷേത്രത്തിലൊന്ന് പോയിട്ട് എത്ര കാലമായി. അവിടെ ഒരു അന്ത്യത്തിരി കത്തിക്കാൻ ഇവിടെ ആരുമില്ല. നമുക്കെല്ലാവർക്കും കൂടി അവിടെ വരെ ഒന്ന് പോയാലെന്താ? ശരി, പോകാം. ഇനി അതുകൊണ്ടൊരു കുഴപ്പം വന്നു എന്ന് വേണ്ട.
വേഗം വരൂ, നമുക്ക് രക്ഷപ്പെടാം. വരൂ. सुना भैया एक घोड़े को पकड़ो വേഗം. पाँव पर रखो വേഗം പോ. जाओ गंगा വേഗം പോ.